ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ന്യൂ ഡ്രാമയുടെ നെക്സ്റ്റ് എപ്പിസോഡുമായിട്ടാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ അധികം വെയിറ്റ് ചെയ്യാണ്ട് നമുക്ക് നേരെ എപ്പിസോഡിലേക്ക് പോകാം. ഇപ്പോൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് മിങ്ങും ഹുവാനയുടെ പാരന്റ്സും വീട്ടിലേക്ക് എത്തും. ഒരുപാട് സാധനങ്ങളൊക്കെ ടേബിളും മേലെ നിരത്തി വെച്ചിട്ടുണ്ട്. ഞാൻ ഇന്നൊരു സ്പെഷ്യൽ ഡിഷാണ് ചെയ്യാൻ പോകുന്നത്. പക്ഷെ ഞാൻ ചെയ്യുന്നില്ല, നീ അത് ഉണ്ടാക്കണം, ഞാൻ നിനക്ക് പറഞ്ഞു തരാം, എന്താ ഓക്കെ അല്ലേ എന്ന് ചോദിക്കും. ആ ഓക്കെ ആന്റി, ഞാൻ ചെയ്തോളാം എന്നും പറഞ്ഞ് നിൽക്കുമ്പോ തന്നെ ഹുവാനകത്തേക്ക് കയറി വരും. ആ ടൈമിന് അമ്മയാണെങ്കിലും ഇങ്ങനെ ഒരു കോമഡി ഏപ്രിൻ എടുത്തു കൊടുക്കും. അങ്ങനെ ആ ഏപ്രിനൊക്കെ ഇട്ട് നിൽക്കുമ്പോ ഇതിട്ട് കാണാനും നിന്നെ നല്ല ക്യൂട്ടാണെന്നും പറഞ്ഞ് ഹുവാന നല്ല രീതിക്ക് കളിയാക്കി ചിരിക്കും. അങ്ങനെ രണ്ടുപേരും കൂടി എൻജോയ് ചെയ്ത് കുക്ക് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. അതേ ടൈം ഷാവും സിയും കൂടി ഷോപ്പിങ്ങിനായിട്ട് ചെന്നേക്കുവാണ്. ഒരുപാട് സാധനങ്ങള് ഷാവ് എടുത്തിടും. ഇത്രയും സാധനങ്ങളൊന്നും വേണ്ട, ഇത്രയൊന്നും അവൻ കഴിക്കില്ല, എന്തിനാണ് ഇത്രയൊക്കെ എടുക്കുന്നതെന്ന് ഇങ്ങനെ ചോദിക്കും. ഇപ്പൊ കഴിക്കില്ലെങ്കിലും പിന്നീട് കഴിക്കാമല്ലോ, എന്തായാലും ഇരിക്കട്ടെ എന്നും പറഞ്ഞ് ഇവരിങ്ങനെ ഷോപ്പ് ചെയ്ത് നടക്കുമ്പോ പെട്ടെന്ന് ഒരു കോള് വരും. ആ ഒരു കോള് കേട്ട് ഷാവിന്റെ ഫേസ് ഒക്കെ മാറുന്നുണ്ട്. അപ്പൊ തന്നെ സി എന്താ പ്രോബ്ലം എന്ന് ഇങ്ങനെ ചോദിക്കും. ഇപ്പോ ഫസ്റ്റ് ഹിയറിംഗില് നമുക്ക് നമ്മുടെ മോനെ കിട്ടിയിട്ടുണ്ട്, പക്ഷെ നിന്റെ എക്സ് ഹസ്ബൻഡ് വീണ്ടും കേസ് കൊടുത്തേക്കുവാണ്. അത് കേട്ടപ്പോ എനിക്ക് കുറച്ച് ടെൻഷനായി. നീ എന്തായാലും പേടിക്കണ്ട, നമ്മുടെ മോന ഞാൻ നിന്റെ കൈകളിലേക്ക് ഏൽപ്പിക്കും. ഫസ്റ്റ് ഹിയറിംഗില് നമ്മൾ വിൻ ചെയ്തില്ലേ, അതേപോലെ സെക്കൻഡ് ഹിയറിംഗിലും നമ്മൾ വിൻ ചെയ്യും, എനിക്കത് ഉറപ്പാന്ന് പറയും. എന്തായാലും നീ എന്നോർത്ത് സങ്കടപ്പെടേണ്ട, ഞാൻ ഫുൾ കോൺഫിഡൻസിലാണ് നിൽക്കുന്നത്, എനിക്ക് നിന്നിൽ ഒരുപാട് വിശ്വാസം ഉണ്ടെന്ന് സിയും പറയും. അങ്ങനെ ഇവര് ഹാപ്പി ആയിട്ട് ഷോപ്പിംഗ് വീണ്ടും കണ്ടിന്യൂ ചെയ്യും. അതേ ടൈം ഹുവാനയുടെ അമ്മയാണെങ്കിലോ എന്റെ മകളുടെ കാര്യം ഇപ്പൊ ഓക്കെ ആയി, അവൾക്ക് നല്ലൊരു പയ്യനെ കിട്ടി, ഇനി ഷാവിനും കൂടി നല്ലൊരു പെൺകുട്ടിനെ പിടിച്ച് കെട്ടിച്ചു കൊടുക്കണം. നല്ലൊരു പെൺകുട്ടിനെയും കൊണ്ട് അവൻ ഇങ്ങോട്ടേക്ക് വന്നാ മതിയായിരുന്നു, അവനും കൂടി സെറ്റിലായ ഞാൻ ഹാപ്പിയായി. എന്തായാലും ഡിന്നറിന് അവനെ ഇങ്ങോട്ടേക്ക് വിളിക്കാന്ന് പറഞ്ഞ് പെട്ടെന്ന് ഷാവിനെ കോൾ ചെയ്യും. എടാ മോനെ, നീ ഒരു കാര്യം അറിഞ്ഞു, നിങ്ങും നമ്മുടെ ഹുവാനയും കൂടി ലവ് ചെയ്യുമായിരുന്നു എന്നറിയും. ആണോ അമ്മ, ഞാനിതൊന്നും അറിഞ്ഞില്ല എന്നും പറഞ്ഞ് നിങ്ങാണെങ്കിലോ ഒന്ന് ഹാൻഡിൽ ചെയ്യും. എന്തായാലും മോനെ, എനിക്ക് ഒരുപാട് ഹാപ്പിയായി, ഇനി നീയും കൂടി ഒരു പെൺകുട്ടിനെയും കൂട്ടി ഇങ്ങോട്ടേക്ക് വന്നാ മതി. നീ എപ്പോഴാണ് നീ സ്നേഹിക്കുന്ന പെൺകുട്ടിനെയും കൂട്ടി ഇങ്ങോട്ടേക്ക് വരുന്നേന്ന് ഇങ്ങനെ ചോദിക്കും. എന്തായാലും അമ്മ, ഞാനേ ഇത്തിരി തിരക്കിലാണ്, പിന്നെ വിളിക്കാന്നറിയും. ആ ഓക്കെ മോനെ, നിനക്ക് തിരക്കാണെങ്കിൽ വെച്ചോ, നിന്റെ കൂടെ ആരോ ഉള്ളത് പോലെ ഉണ്ടല്ലോ, ആരാണെന്ന് ഇങ്ങനെ ചോദിക്കും. അത് വേറെ ആരോ അല്ലമ്മ, എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന പെൺകുട്ടിയാണ്, ശരിയെന്നാന്നും പറഞ്ഞ് കോൾ അങ്ങോട്ട് കട്ട് ചെയ്യും. ഇത് കേൾക്കുമ്പോ സീക്ക് ഇഷ്ടപ്പെടില്ല. ലൈറ്റ് ആയിട്ട് ഷാവിനെ ഒന്ന് നോക്കി പേടിപ്പിക്കും. അതേ ടൈമിങ്ങിന്റെ അച്ഛൻ ഷാന മേഡത്തിന്റെ അസിസ്റ്റന്റിനെ കാണാനായിട്ട് ചെല്ലും. ഞാൻ ഈ കാർഡ് നിങ്ങൾക്ക് തരാൻ വേണ്ടിട്ടാ വന്നതെന്നും പറഞ്ഞ് ആ കാർഡും കൊടുത്ത് ഒരു വോയിസ് റെക്കോർഡർ ഓൺ ചെയ്ത് പോക്കറ്റിലേക്ക് എടുത്തിടും. സത്യത്തില് ഇത് നിങ്ങൾക്ക് തന്നെയാണോ എന്ന് ഇങ്ങനെ ചോദിക്കും. അതെ, എന്റെ കസിന് വേണ്ടിയിട്ടാണ്, നിങ്ങളുടെ ഹോട്ടലില് ഒരു സെലിബ്രിറ്റി വരുന്നുണ്ട്, അതിന്റെ ഡീറ്റെയിൽസ് എടുത്തു കൊടുക്കാനാണെന്ന് പറയും. ആ ഓക്കെ, ഞാനെന്നാ പോവാന്നും പറഞ്ഞ് എണ്ണിട്ടിട്ട് ഇവര് കുറച്ച് ക്യാഷ് മിങ്ങിന്റെ അച്ഛന്റെ കയ്യിൽ കൊടുത്തിട്ടില്ലേ, അതെടുത്ത് വെച്ചിട്ട് കുറച്ച് ക്യാഷ് ഞാൻ ചിലവാക്കി പോയി, ഇനി എനിക്ക് ഈ ക്യാഷ് വേണ്ട, നിങ്ങൾ തിരിച്ചെടുത്തോ, ചിലവാക്കിയ ക്യാഷ് ഞാൻ എത്രയും പെട്ടെന്ന് തിരിച്ചു തന്നോളാന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ഒരു 20% ഇൻട്രസ്റ്റും കൂടി ആഡ് ചെയ്ത് തരണം. ഇപ്പൊ ചെലവാക്കിയ പൈസക്കും ഇപ്പോ ഇവിടെ തന്നിരിക്കുന്ന പൈസക്കും 20% ഇൻട്രസ്റ്റോട് കൂടി വേണം തിരിച്ചു തരാനെന്ന് പറയും. എന്താടാ, നീ എന്നെ ഭീഷണിപ്പെടുത്തുവാണോ എന്ന് ഇങ്ങനെ ചോദിക്കും. ഭീഷണിയാണെങ്കിൽ ഭീഷണിയായിട്ട് തന്നെ വെച്ചോ, ഞങ്ങൾ പറയുന്ന വർക്ക് ചെയ്തില്ലെങ്കിൽ ഇതേപോലെ വീണ്ടും ഭീഷണിപ്പെടുത്തോന്നും പറഞ്ഞ് അസിസ്റ്റന്റ് ആ ക്യാഷും എടുത്ത് അവിടെ നിന്ന് പോകും. അങ്ങനെ റൂമിലേക്ക് വന്ന് കിടന്ന് ഞാൻ ചെയ്യുന്നത് തെറ്റാണ്, ഹുവാന എന്നെ എത്ര നന്നായിട്ടാണ് നോക്കിയത്, അപ്പൊ ഞാൻ ഇങ്ങനെ ചെയ്യാൻ പാടില്ല, എന്തായാലും ഇങ്ങനെ വിളിച്ച് എല്ലാ കാര്യവും തുറന്നു പറഞ്ഞാലോ എന്ന് ആലോചിച്ച് ഇങ്ങനെ കിടക്കുമ്പോഴേക്കും പെട്ടെന്ന് കറണ്ട് പോകും. എന്താണ് ഇങ്ങനെ കറണ്ട് പോയെന്നും പറഞ്ഞ് പുറത്തേക്ക് വന്ന് നോക്കുമ്പോ അടുത്ത റൂമിലുള്ളവരെല്ലാം താഴേക്ക് ഇറങ്ങി പോവാണ്. അവരാണെങ്കിലും ഓഫീസിൽ ചെന്ന് ഒരുപാട് ചീത്തയൊക്കെ പറയുന്നുണ്ട്. പുള്ളിക്കാരനും താഴേക്ക് ഇറങ്ങി വന്ന് ഇതെല്ലാം കാണും. എല്ലാം കൂടി ആവുമ്പോ ഹുവാനക്കും ആകെ ടെൻഷൻ ആകും. ഇതെന്താണ് പെട്ടെന്നൊരു കറണ്ട് പോക്ക്, ഇത് നമുക്ക് വലിയൊരു ബ്ലാക്ക് മാർക്കായിട്ട് മാറുമല്ല എന്നും പറഞ്ഞിട്ട് ഇലക്ട്രീഷ്യനെ വിളിക്കും. അവരാണെങ്കിലും ഒരു 15 മിനിറ്റ് എങ്കിലും കഴിയാണ്ട് വരില്ല എന്ന് പറയും. ഇനി എന്ത് ചെയ്യുമെന്നും പറഞ്ഞ് ഹുവാന വല്ലാണ്ട് ടെൻഷൻ അടിച്ചിരിക്കുമ്പോ മിങ്ങിന്റെ അച്ഛൻ അകത്തേക്ക് കയറി വരും. സോറി മോളെ, ഇവിടെ നടക്കുന്നതിനെല്ലാം കാരണം ഞാനാണ്. ഒരാള് വന്ന് ഇവിടുത്തെ എംപ്ലോയി ആക്സസ് കാർഡ് വേണമെന്ന് പറഞ്ഞു, പക്ഷെ ഞാൻ എല്ലാവരും യൂസ് ചെയ്യുന്ന കാർഡ് കൊടുക്കാണ്ട് ഒരു റെഡ് കളർ കാർഡാണ് കൊടുത്തത്. അത് വെച്ച് സെർച്ച് ചെയ്താല് ആരാണ് ഇത് ചെയ്തതെന്ന് അറിയാനായിട്ട് സാധിക്കും. എന്റെ ഭാഗത്തു നിന്നും വന്ന മിസ്റ്റേക്കാണ്, നീ എന്റെ അടുത്ത് ക്ഷമിക്കണോന്ന് പറയും. അങ്കിൾ, എനിക്കിപ്പോ അതൊന്നും ആലോചിക്കാനായിട്ട് ടൈമില്ല, 15 മിനിറ്റ് കഴിയുമ്പോഴേ സർവീസ് ചെയ്യുന്നവർ വരുള്ളൂ, അതുവരെ ഞാൻ എങ്ങനെ അവരെ ഹാൻഡിൽ ചെയ്യും, അതാണ് ഇപ്പോ ചിന്തിച്ചോണ്ടിരിക്കുന്നേന്ന് പറയും. ആ ടൈമിന് മാനേജറും കയറി വന്ന് മോളെ, സർവീസ് ചെയ്യുന്നവര് ഇനിയും 1 മണിക്കൂർ കഴിഞ്ഞേ വരുള്ളൂ എന്നാ പറഞ്ഞെന്ന് പറയും. ഇത് കേൾക്കുമ്പോ ഹുവാനക്ക് വീണ്ടും ടെൻഷൻ ആകും. 15 മിനിറ്റിൽ നിന്ന് ഇപ്പോ 1 അവർ ആയി, ഇനി ബാക്കിയുള്ള 45 മിനിറ്റ് ഞാൻ എങ്ങനെ അവരെ
ഹാൻഡിൽ ചെയ്യും? ഒരു പിടിയും കിട്ടുന്നില്ല എന്നും പറഞ്ഞ് ഹുവാനെ ഒന്ന് ചിന്തിക്കും. അപ്പോഴാണ് മിങ്ങിന്റെ അച്ഛന്റെ ഫേസിലേക്ക് നോക്കുന്നത്. അപ്പൊ തന്നെ അങ്കിൾ, നിങ്ങൾ അന്ന് വൈൻ ടെസ്റ്റിംഗ് സെറമണിയിൽ അടിപൊളിയായിട്ട് പെർഫോം ചെയ്തു. അതേപോലെ ഒരു പ്രാവശ്യം കൂടി ചെയ്യാൻ കഴിയുമോ എന്ന് ഇങ്ങനെ ചോദിക്കും. മോളെ, ഇപ്പോഴും നിനക്ക് എന്നാ വിശ്വാസം ഉണ്ടോ എന്ന് ഇങ്ങനെ ചോദിക്കും. അങ്കിൾ എന്തായാലും സത്യം വന്ന് എന്റെ അടുത്ത് തുറന്നു പറഞ്ഞില്ലേ, അപ്പൊ തന്നെ എനിക്ക് അങ്കിളിനെ വിശ്വാസമായി. ഞാൻ പറയുന്ന പോലെ അങ്കിൾ ഒന്ന് ഹാൻഡിൽ ചെയ്യുന്നു പറഞ്ഞ് ഹുവാനെയും അവിടെ താമസിക്കുന്ന എല്ലാവരെയും ലോണിലേക്ക് വിളിച്ചെടുത്തും. അങ്ങനെ മിങ്ങിന്റെ അച്ഛനും വന്ന് നിന്ന് വൈനെ പറ്റി ഒരുപാട് കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യും. പിന്നെ പുള്ളിക്കാരൻ നടത്തിയ യാത്രകളെ പറ്റിയും ഓരോ രാജ്യത്ത് ചെല്ലുമ്പോ അവിടുത്തെ ഒരു സ്പെഷ്യൽ വൈൻ ഉണ്ടാകുമല്ലോ, അത് കുടിച്ചതും അതിന്റെ എക്സ്പീരിയൻസും അതിന്റെ ഹിസ്റ്ററിയും അങ്ങനെ എല്ലാം നല്ല രീതിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തോണ്ടിരിക്കും. അങ്ങനെ കുറച്ചു നേരം കഴിയുമ്പോ അവിടെയുള്ള സ്റ്റാഫ് ഓടി വന്ന് ഹുവാനയുടെ അടുത്ത് എല്ലാവർക്കും കംപ്ലീറ്റ് ആയി എന്ന് പറയും. അപ്പൊ തന്നെ ഹുവാനയും മിങ്ങിന്റെ അച്ഛനെ നോക്കി വർക്ക് എല്ലാം കംപ്ലീറ്റ് ആയി എന്ന് ഒരു ആക്ഷനൊക്കെ അങ്ങോട്ട് കാണിക്കും. അങ്ങനെ അവസാനം മിങ്ങിന്റെ അച്ഛൻ ഇത് എന്ത് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും പല പല രാജ്യങ്ങളിൽ നിന്ന് കുറച്ചു നാൾ ഇവിടെ സ്പെൻഡ് ചെയ്യാനായിട്ട് വന്നേക്കുവാണ്. ഇവിടെ വരുമ്പോൾ നമുക്കൊരു മെമ്മറി ക്രിയേറ്റ് ചെയ്യണം. നിങ്ങളുടെ മെമ്മറീസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യണം. പിന്നീട് വരുമ്പോൾ അതൊക്കെ ഓർമ്മയായിട്ട് നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കും. ദേ, നിങ്ങൾ ആ മരം കാണുന്നില്ലേ, ഇവിടെ ഞാനും എന്റെ മോനും കൂടി ഒരുപാട് ടൈമൊക്കെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതിപ്പോഴും എന്റെ മനസ്സിൽ നല്ലൊരു ഓർമ്മയായിട്ട് ഇരിക്കുവാണ്. നിങ്ങളും അതേപോലെ നല്ല നല്ല മെമ്മറീസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യണമെന്നും പറഞ്ഞ് അങ്ങനെ അതവിടെ ഉണ്ടാക്കും. എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ട് നടന്ന റൂമിലേക്ക് പോകും. അപ്പൊ തന്നെ ഹുവാനയും ഓടി വന്ന്, അങ്കിൾ എന്തായാലും സൂപ്പർ ആയിട്ട് പെർഫോം ചെയ്തു, എന്തായാലും എനിക്ക് ഇത്തിരി വർക്കുണ്ട്, കഴിഞ്ഞിട്ട് വന്ന് സംസാരിക്കാന്നും പറഞ്ഞ് ഹുവാന അങ്ങനെ ഹാപ്പി ആയിട്ട് അകത്തേക്ക് പോകും. അങ്ങനെ കുറച്ചു നേരം കഴിയുമ്പോൾ മിങ് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി നേരെ അച്ഛനെ കാണാനായിട്ട് വരും. നിങ്ങൾ ഇനിയും ഇവിടെ എന്തിനാണ് നിൽക്കുന്നത്? എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോകണം. നിങ്ങൾ കുറച്ചെങ്കിലും മാറിയെന്ന് ഞാൻ വിശ്വസിച്ചു പോയി, പക്ഷെ അതൊക്കെ തെറ്റാണെന്ന് നിങ്ങൾ തന്നെ എന്നെ അറിയിച്ചു തന്നു. ഇനി എനിക്ക് നിങ്ങളെ കാണേണ്ട ആവശ്യമേ ഇല്ല. എന്റെ ലൈഫിൽ നടന്ന ഏറ്റവും മോശമായിട്ടുള്ള കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? നിങ്ങളുടെ മകനായിട്ട് ഞാൻ ജനിച്ചു എന്നതാണ്. ആ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നുന്നുണ്ട്. ഇനി മേലാൽ എന്റെ മുൻപിലേക്ക് വന്ന് നിൽക്കാനേ പാടില്ല എന്നും പറഞ്ഞ് ഭയങ്കര ദേഷ്യത്തില് ഒരുപാട് ചീത്തയൊക്കെ പറഞ്ഞ് മിങ് അങ്ങനെ ഇറങ്ങി പോകും. ഇതെല്ലാം കേട്ട് കഴിയുമ്പോ അച്ഛനും വല്ലാത്തൊരു സങ്കടമൊക്കെ വരുന്നുണ്ട്. അതേ ടൈം ഹുവാന നേരെ ഷാന മാഡത്തിന്റെ ഓഫീസ് റൂമിലേക്ക് കയറി ചെല്ലും. അല്ല, നീ എന്താ ഇവിടെ നിന്ന് ചോദിക്കും. നീയല്ലേ എന്റെ പുറകെ നടന്ന് ടോർച്ചർ ചെയ്യുന്നത്, എന്നെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കല്ലേ? ആദ്യം നീ ഒരു ഫുഡ് പോയിസന്റെ കാര്യം അടിച്ചിറക്കി, ഇപ്പോഴേ എന്റെ ഹോട്ടലിലേക്ക് കയറി കൂടി. എല്ലാത്തിന്റെയും തെളിവ് എന്റെ കയ്യിലുണ്ടെന്ന് അറിയും. എന്ത് തെളിവ്? നിന്റെ കയ്യിൽ ഒരു തെളിവില്ലാന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. ആദ്യം നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോടിയെന്നും പറഞ്ഞ് ഷാന ഭയങ്കര റൂഡായിട്ടൊക്കെ സംസാരിക്കും. അപ്പൊ തന്നെ ഹുവാന, നിങ്ങൾ മിങ്ങിന്റെ അച്ഛന്റെ അടുത്ത് നിന്ന് വാങ്ങിയത് റെഡ് കളർ കാർഡാണ്, അത് വെച്ച് ആക്സസ് ചെയ്ത് നിങ്ങളുടെ ടീം അകത്തേക്ക് കയറിയതിനുള്ള തെളിവ് എന്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ തന്നെ മിങ് പോലീസുമായിട്ട് അകത്തേക്ക് കയറി വരും. നിങ്ങൾക്കെതിരെ ഞങ്ങളുടെ കയ്യിൽ ഒരു അറസ്റ്റ് വാറന്റ് ഉണ്ട്, അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ കൂടെ സഹകരിക്കണമെന്ന് പറയും. സോറി സാർ, എനിക്കൊരു 5 മിനിറ്റ് തന്നെ, ഞാനിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക് എനിക്കൊന്ന് തീർക്കണമെന്ന് പറയും. അപ്പൊ തന്നെ മിങ്ങും, എന്തായാലും നിങ്ങൾ ആ വർക്ക് തീർക്കണ്ട, ഇപ്പൊ നിങ്ങളുടെ ജോബ് എന്റെ കയ്യിലാ ഉള്ളത്, അതുകൊണ്ട് മര്യാദക്ക് ഇവിടെ നിന്നും ഇറങ്ങി പോകുന്നതായിരിക്കും നിനക്ക് നല്ലതെന്നും പറഞ്ഞ് ഷാനേനെ അവിടെ നിന്ന് പുറത്താക്കും. അങ്ങനെ മിങ്ങും ഹുവാനയും കൂടി തിരിച്ചു വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കാണ്. നീ നിന്റെ അച്ഛൻ്റെ അടുത്ത് അധികം ഹാർഷായിട്ടൊന്നും പെരുമാറണ്ട. അദ്ദേഹം ചെയ്ത തെറ്റ് മനസ്സിലാക്കി എന്റെ അടുത്ത് ഓപ്പൺ ആയിട്ട് തുറന്നു പറഞ്ഞു. അതുമല്ലാണ്ട് അദ്ദേഹത്തിന് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുവായിരുന്നു. അതിന്റെ റെക്കോർഡിംഗ് പോലും അച്ഛന്റെ കയ്യിലുണ്ട്. അപ്പോ തെറ്റ് തിരുത്താനുള്ള ചാൻസും നമ്മൾ കൊടുക്കണ്ടേ? എന്തായാലും നീ നിന്റെ അച്ഛൻ്റെ അടുത്ത് ഇച്ചിരി ഹാർഷായിട്ടാണ് പെരുമാറിയത്, എത്രയും പെട്ടെന്ന് പോയിട്ട് ഒരു സോറി പറയണമെന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ മിങ്ങിനും ശരിയാണെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ നേരെ അച്ഛന്റെ റൂമിലേക്ക് ചെല്ലും. പക്ഷെ റൂം മൊത്തം കാലിയായിട്ട് ഇരിക്കുവാണ്. അദ്ദേഹം ഇത് എവിടെ പോയി എന്നും പറഞ്ഞ് മിങ് അങ്ങനെ തന്നെ കോള് ചെയ്യും. ഒരുപാട് തവണ കോള് ചെയ്യുന്നുണ്ടെങ്കിലും അച്ഛനാണെങ്കിലും കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല. ഇനി ഞാൻ എന്ത് ചെയ്യുമെന്ന് എന്നെ ചോദിക്കും. നീ എന്തായാലും വിഷമിക്കണ്ട, ഞാനെന്താ അങ്കിളിനെ വിളിച്ചു നോക്കാന്നും പറഞ്ഞ് ഹുവാനെ വിളിച്ചു നോക്കും. ഹുവാനെ വിളിക്കുമ്പോ അച്ഛൻ കോൾ അറ്റൻഡ് ചെയ്യും. എന്താ മോളെ, എന്തിനാ എന്നെ വിളിച്ചെന്ന് എന്നെ ചോദിക്കും. അങ്കിളിപ്പോ എവിടെയാ, ഇങ്ങോട്ടേക്ക് വാന്ന് പറയും. ഇല്ല മോളെ, ഞാൻ എന്തായാലും വരുന്നില്ല, അവൻ എന്റെ അടുത്ത് അവിടെ നിന്നും ഇറങ്ങി പോവാനായിട്ട് പറഞ്ഞു. അപ്പൊ ഞാൻ തിരിച്ചു വരുന്നത് ശരിയാവില്ല എന്ന് പറയും. അപ്പൊ തന്നെ മിങ്, അതിന് ഞാൻ എപ്പോഴാണ് ഇവിടെ നിന്നും ഇറങ്ങി പോവാനായിട്ട് പറഞ്ഞത്? അച്ഛൻ എത്രയും പെട്ടെന്ന് തിരിച്ചു വാ, അച്ഛനിപ്പോ എവിടെയാ ഉള്ളത്, ഞാൻ വേണമെങ്കിൽ അച്ഛനെ വന്ന് പിക്ക് ചെയ്യാന്ന് പറയും. ഇത് കേൾക്കുമ്പോ അച്ഛനും ഒരുപാട് ഹാപ്പി ആകും. നീ സത്യമാണോ പറഞ്ഞത്? എന്തായാലും ഞാൻ അങ്ങോട്ടേക്ക് വരാം, നീ വരണ്ടാന്നും പറഞ്ഞ് കോള് കട്ട് ചെയ്ത് റോഡ് ക്രോസ് ചെയ്യും. പെട്ടെന്ന് ഒരു കാറ് വന്ന് അച്ഛനെ ഇടിച്ചിടും. അപ്പൊ തന്നെ പുള്ളിയുടെ ബോധവും പോകുന്നുണ്ട്. അങ്ങനെ സീൻ കട്ട് ചെയ്താല് ഹുവാനയും മിങ്ങും കൂടി ഹോസ്പിറ്റലിലേക്ക് ഓടിച്ചെല്ലും. അവിടെ അച്ഛന് ട്രീറ്റ്മെന്റ് ഒക്കെ നടക്കുവാണ്. കുറച്ചു കഴിയുമ്പോൾ ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങി വരും. സോറി, ഞങ്ങൾ ഒരുപാട് ട്രൈ ചെയ്തു, ജീവൻ രക്ഷിക്കാനായിട്ട് സാധിച്ചില്ല. എന്തായാലും ഇതിൽ
ഒന്ന് സൈൻ ചെയ്ത് തരണോന്നും പറഞ്ഞ് ഒരു ഫയൽ എടുത്ത് കാണിക്കും. അതേ ടൈം തന്നെ പോലീസുകാരനും വന്ന് മിങ്ങിന്റെ അച്ഛന്റെ ഫോണും കൂടി മിങ്ങിന്റെ കയ്യിലേക്ക് കൊടുക്കും. ഇതും കൂടി ആവുമ്പോ മിങ്ങിന് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാണ്ട് ആകെ ഷോക്കായിട്ട് നിൽക്കും. മിങ്, നീ എന്താ ഇങ്ങനെ നിൽക്കുന്നത്? ഇങ്ങനെ നിൽക്കല്ലേ, എനിക്കിത് കണ്ടിട്ട് പേടിയാവുന്നുണ്ട്. നിനക്ക് കരയണമെങ്കിൽ ഒന്ന് കര പ്ലീസ് മിങ്. നീ ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ എന്നെ കൊണ്ട് സാധിക്കുന്നില്ല. അറ്റ്ലീസ്റ്റ് നിനക്കൊന്ന് കരയാനെങ്കിലും പാടില്ലെന്ന് ഹുവാൻ അവിടെ നിന്ന് ഭയങ്കരമായിട്ട് നിർബന്ധിക്കുന്നുണ്ട്. പക്ഷെ എങ്ങനെ റിയാക്ട് ചെയ്യണമെന്ന് മിങ്ങിന് മനസ്സിലാവുന്നില്ല. ആകെ സങ്കടത്തില് അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങി പോകും. പുറകെ ഹുവാന പോകുമ്പോഴേക്കും ഡോക്ടർ ആണെങ്കിലോ ഇവിടെയുള്ള ഫോർമാലിറ്റീസ് ഒക്കെ തീർത്തിട്ട് പോവാനായിട്ട് പറയും. ഓക്കെ നീ പോ, ഞാൻ പുറകെ വരാം, ഫോർമാലിറ്റീസ് ഒക്കെ തീർത്തിട്ട് വരാന്നും പറഞ്ഞ് ഹുവാന തിരികെ ഹോസ്പിറ്റലിലേക്ക് പോകും. അതേ ടൈം മിങ് ആണെങ്കിലോ അവന്റെ അച്ഛൻ താമസിച്ച റൂമിലേക്ക് കയറി ചെല്ലും. അവിടെ അച്ഛന്റെ പ്രസൻസ് ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. ആകെ സങ്കടത്തില് ടേബിളിലേക്ക് നോക്കുമ്പോ അവിടെയാണെങ്കിലും ഒരു വൈൻ ബോട്ടിൽ ഇരിക്കുന്നുണ്ട്. അങ്ങനെ അതെടുത്ത് നോക്കുമ്പോ അതിനടിയിൽ ഒരു നോട്ടാണ് അച്ഛൻ എഴുതി വെച്ചിട്ടുള്ളത്. ഇത്തവണ വാങ്ങിയത് ഫേക്ക് അല്ല, ഒറിജിനൽ ആണ്. നമുക്കപ്പോ ഒരുമിച്ച് കുടിക്കാന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു നോട്ടാണ്. ഇതും കൂടി ആകുമ്പോ വല്ലാത്തൊരു സങ്കടം വരും. ഫേക്ക് ആയിട്ടുള്ള വൈൻ വാങ്ങിച്ചെന്നും പറഞ്ഞ് മിങ് അവന്റെ അച്ഛനെ ഒരുപാട് ചീത്തയൊക്കെ പറഞ്ഞിട്ടുണ്ടാവില്ലേ, അതും അതേപോലെ തന്നെ അച്ഛന്റെ കൂടെ കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്തിട്ടില്ലേ, അതൊക്കെ ഇങ്ങനെ മനസ്സിലേക്ക് വരാനായിട്ട് തുടങ്ങും. പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാണ്ട് വല്ലാത്തൊരു ഫീലിൽ നിൽക്കും. അതേ ടൈം ഹുവാനയും പുറത്ത് വന്ന് നിന്ന് ഹോസ്പിറ്റലിലെ ഫോർമാലിറ്റീസ് ഒക്കെ ഞാൻ തീർത്തിട്ടുണ്ട് മിങ്, ഞാൻ അകത്തേക്ക് വരട്ടെ എന്നും പറഞ്ഞ് ഡോറിൽ ഇങ്ങനെ കൊട്ടാനായിട്ട് തുടങ്ങും. മിങ് ആണെങ്കിലോ ഒന്നും തന്നെ മിണ്ടുന്നില്ല. അച്ഛൻ ഇരുന്ന ആ ഒരു ചെയറില് വല്ലാത്ത ഫീലിൽ ഇങ്ങനെ കിടക്കുവാണ്. അങ്ങനെ നെക്സ്റ്റ് ഡേയും ആകും. ഹുവാന അപ്പോഴും ആ ഡോറിന്റെ ഫ്രണ്ടിൽ നിന്ന് പോയിട്ടില്ല. കുറച്ചു നേരം കഴിയുമ്പോഴേക്കും ഹുവാനയുടെ പാരന്റ്സ് വരും. എന്താ മോളെ, ഇത്രയും നേരം നീ ഇവിടെ ഇരിക്കുവായിരുന്നു, നീ എന്തായി കാണിച്ചെന്നും പറഞ്ഞ് പിടിച്ചെഴുന്നേൽപ്പിക്കും. അമ്മ, മിങ് അകത്തുണ്ട്, പക്ഷെ അവൻ വാതിൽ തുറക്കുന്നില്ല എന്നറിയും. അതെന്താണ് അവൻ വാതിൽ തുറക്കാത്തത്? മോനെ, ആന്റിയാ വന്നിരിക്കുന്നത്, വാതിൽ തുറക്ക്, വാതിൽ തുറക്കെന്നും പറഞ്ഞ് ഒരുപാട് നേരം കൊട്ടും. പക്ഷെ മിങ് ഒന്നും തന്നെ റിയാക്ട് ചെയ്യുന്നില്ല. ഇനി അവൻ ബോധം കെട്ട് വല്ലതും പോയിട്ടുണ്ടാകുമോ? എന്തായാലും ഞാൻ ഈ വാതിൽ ചവിട്ടി തുറക്കാന്നും പറഞ്ഞ് ഹുവാനയുടെ മാഞ്ഞൊക്കെ വരും. അപ്പൊ തന്നെ അച്ഛനും ഹുവാനയും കൂടി പിടിക്കും. ചവിട്ടി തുറക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇതിന്റെ കാർഡ് എന്റെ കയ്യിലുണ്ടെന്നും പറഞ്ഞ് കാർഡ് വെച്ച് ആ ഡോറ് തുറക്കും. മിങ് ആകെ തകർന്നൊരവസ്ഥയിൽ ഇരിക്കുവാണ്. മോൻ എന്താണ് ഇത്രയും നേരം വാതിൽ തുറക്കാണ്ടിരുന്നേന്ന് ചോദിക്കും. എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കണോ ആന്റി, അതുകൊണ്ടാന്ന് പറയും. ഇല്ല മോനെ, നീ ഒറ്റയ്ക്ക് ഇരിക്കാൻ പാടില്ല, മോന്റെ കൂടെ ഞങ്ങളൊക്കെ അല്ലേ, മോനെ ഞങ്ങൾ എല്ലാവരും ഉണ്ട്, ഞങ്ങളും മോന്റെ ഫാമിലി അല്ലേ. മോനെ ഇങ്ങനെ ഇരിക്കുന്നത് കാണാനായിട്ട് ആന്റിക്ക് പറ്റുന്നില്ല. മോനെ എഴുന്നേൽക്ക്, ആന്റി ഫുഡ് ഉണ്ടാക്കി തരാന്നും പറഞ്ഞ് ഇങ്ങനെ പിടിച്ച് എഴുന്നേൽപ്പിക്കാനായിട്ടൊക്കെ നോക്കും. അപ്പൊ തന്നെ ഹുവാനയുടെ അച്ഛനെ സ്റ്റോപ്പ് ചെയ്തിട്ട്, വേണ്ട, അവൻ കുറച്ചു നേരം ഒറ്റയ്ക്ക് ഇരിക്കട്ടെ. മോനെ, നീ ഒന്ന് ആലോചിക്കണം, ഞങ്ങളും നിന്റെ ഫാമിലിയാണ്, നിനക്ക് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും മടിക്കാണ്ട് ഞങ്ങളുടെ അടുത്ത് ചോദിക്കണം. ആ ടൈമിന് ഞങ്ങൾ ഇവിടെ ഉണ്ടാകുമെന്നും പറഞ്ഞ് ഹുവാനയുടെ അച്ഛനും അമ്മേനെയും കൂട്ടി പുറത്തേക്ക് പോകും. ഹുവാനയാണെങ്കിലോ മിങ്ങിനെ നോക്കി ഇങ്ങനെ നിൽക്കുവാണ്. കുറച്ചു നേരം നോക്കി നിന്നിട്ട് പെട്ടെന്ന് ചെന്ന് മിങ്ങിനെ കെട്ടിപ്പിടിക്കും. നീ ഇങ്ങനെ കിടക്കല്ലേ, എഴുന്നേറ്റ് വാ, നീ ഇങ്ങനെ കിടക്കുന്നത് കാണാനായിട്ട് എനിക്കൊട്ടും പറ്റുന്നില്ല എന്നും പറഞ്ഞ് മിങ്ങിനെ ഇരുന്ന് വിളിച്ചോണ്ടിരിക്കും. എന്തായാലും ഇതോടുകൂടി തന്നെ ഇന്നത്തെ ഈ എപ്പിസോഡും കൂടി ഇവിടെ അവസാനിക്കുകയാണ്. നെക്സ്റ്റ് ഫൈനൽ എപ്പിസോഡുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ പുതിയ കൂട്ടുകാരെങ്കിലും നമ്മുടെ ഈ ചാനൽ വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കുക. കൂടെ തന്നെ വീഡിയോക്ക് ഒരു ലൈക്കും വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റിലൂടെയും അറിയിച്ച് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡുമായിട്ട് വരുന്നവരേക്കും ടാറ്റ ബൈ ബൈ, സീ യു.